ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തെ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തന ഉദ്ഘാടനം സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും പ്രശസ്ത എഴുത്തുകാരനുമായ സന്തോഷ് ഏച്ചിക്കാനമാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. വിദ്യാർത്ഥികളുമായി സംവദിച്ച അദ്ദേഹം സർഗാത്മകതയുടെ പ്രാധാന്യവും പഠനാനുബന്ധ പ്രവർത്തനങ്ങളുടെ സാമൂഹിക പ്രസക്തിയും വിശദീകരിച്ചു. ഉദ്ഘാടന പ്രസംഗത്തിൽ സർഗാത്മകതയ്ക്ക് കാലവ്യത്യാസങ്ങളില്ലെന്നും ഏത് കാലഘട്ടത്തിലും പുതുമയോടെയാണത് സമൂഹത്തിൽ പ്രതിഫലിക്കുന്നതെന്നും സന്തോഷ് ഏച്ചിക്കാനം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തക പഠനത്തിനപ്പുറം കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കാൻ അവസരമൊരുക്കുന്ന ക്ലബ്ബുകൾ വ്യക്തിത്വ വികസനത്തിന് വലിയ പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ഭാഷാ അധ്യാപനത്തെ അല്ലെങ്കിൽ ഒരു മലയാളം ടീച്ചറെ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ടീച്ചറെ അദ്ദേഹം ഒരു ഗ്ലാസ് പാല് കൊണ്ട് വ്യാഖ്യാനിക്കുന്നത്. അതായത് ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുന്നു, ഫിസിക്സ് അധ്യാപകൻ വരുന്നു. ഫിസിക്സ് അധ്യാപകൻ ക്ലാസ്സിൽ വന്നിട്ട് അതിന്റെ ഭൗതികമായ ഒരു പ്രവർത്തനത്തെ കുറിച്ചിട്ടും ഒക്കെയാണ് എന്ന് പറയുന്നത് ഒരു ഫിസിക്സ് അധ്യാപകൻ പറയുന്നത്. ഒരു എക്കണോമിക്സ് അധ്യാപകനാണെങ്കിൽ ഈ ഇങ്ങനെ കിട്ടിയ ഒരു ഗ്ലാസ് പാലിന്റെ ഒരു ഗ്ലാസ് വെള്ളം കൂടി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ആ 2 രൂപ വരുമ്പോൾ അത് നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ, ഇന്ത്യൻ സാമ്പത്തിക അവസ്ഥയെ അത് എങ്ങനെ ത്വരിതപ്പെടുത്തും, അല്ലെങ്കിൽ അത് എങ്ങനെ ബാധിക്കും, എങ്ങനെ നമുക്ക് ഒരു രാജ്യത്തിന് ഇങ്ങനെ വെള്ളം കൂട്ടി എങ്ങനെ ഒരു രാജ്യത്തിന് രക്ഷപ്പെടാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു ഭാഷാ അധ്യാപകൻ ഒരു ഇംഗ്ലീഷ് പഠിപ്പിക്കുകയോ മലയാളം പഠിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു ഭാഷാ അധ്യാപകൻ നിങ്ങളെ ക്ലാസ്സിൽ വന്ന് പറയുന്നത് പാലിൽ വെള്ളം ചേർക്കുന്നവൻ കള്ളനാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരാളാണ് ആര്? ഭാഷാ അധ്യാപകൻ. പാലിൽ ഒരിക്കലും എന്ത് ചേർക്കരുത്? വെള്ളം ചേർക്കരുത്. ഒരിക്കലും വെള്ളം ചേർക്കരുത്. പാലിന് എന്തുമാത്രം വെള്ളം ചേർക്കാം? പാലായിട്ട് തന്നെ കൊടുക്കണം. പാലിൽ വെള്ളം ചേർക്കുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ എന്ത് ചേർക്കുന്ന പോലെയാണ്? വെള്ളം ചേർക്കുന്ന പോലെയാണ്. നമ്മുടെ സത്യസന്ധതയിൽ വെള്ളം ചേർക്കുന്ന പോലെയാണ്. നമ്മുടെ ആത്മാർത്ഥതയിൽ വെള്ളം ചേർക്കുന്ന പോലെയാണ്, അല്ലേ? പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ സഹാനുഭൂതിയും കാരുണ്യവും സാമൂഹിക പ്രതിബദ്ധതയും വളർത്താൻ സഹായിക്കുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തുടർന്ന് സർഗാത്മകതയും പുതുതലമുറയും എന്ന വിഷയത്തിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ച അദ്ദേഹം കുട്ടികൾ ഉന്നയിച്ച വിവിധ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയും ചെയ്തു. പരിപാടി വിദ്യാർത്ഥികൾക്ക് വ്യത്യസ്തമായ പഠനാനുഭവമായി. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ വിജയൻ വി ആനന്ദ് ആശംസകൾ നേർന്നു. ഹരിപ്രസാദ് പല്ലാവൂർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിനീത മനോജ് നന്ദി രേഖപ്പെടുത്തി. പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ പരിപോഷിപ്പിക്കാനും വിവിധ മേഖലകളിലെ താൽപ്പര്യങ്ങൾ വികസിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. അധ്യാപകരും വിദ്യാർത്ഥികളും വലിയ ആവേശത്തോടെയാണ് പരിപാടിയിൽ പങ്കെടുത്തത്. UTV ന്യൂസ്, പാലക്കാട്.